അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മഴ ഒന്നുമില്ല, നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ നല്ല ചൂടെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ ചായയൊക്കെ കുടിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വരുന്നതിന് മുന്നേ പറയാൻ ഉദ്ദേശിച്ചത് വേറെ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഉമ്മക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ശീലം ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളിപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് അതൊന്ന് പഴകുമല്ലോ. അപ്പോൾ പഴകുമ്പോൾ നമ്മളത് മാറ്റി വെക്കും. ഒന്നുകിൽ ആരെങ്കിലും വന്നാൽ എടുത്തു കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഒരു കവറിൽ മാറ്റി വെക്കും. എന്നിട്ട് ഇങ്ങനെ പഴയ സാധനം വിൽക്കാണ്ടോ ചോദിച്ച് വരുന്നവർക്ക് കൊടുക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഉമ്മ അങ്ങനെയാണ് എൻ്റെ അപ്പിൻ്റെ ഒക്കെ എടുത്ത് വെക്കൽ. അപ്പോൾ അഥവാ ഇനി ഞങ്ങളെ കണ്ണിൽ പെട്ടുപോയാലും ഞാനായാലും അഫിയായാലും അങ്ങനെ തന്നെ. അഫി ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുപോയില്ല, അതേപോലെ എനിക്ക് കൊണ്ട് കിട്ടും. ഓളെ മാത്രം കുറ്റം പറയണ്ട. പക്ഷേ എൻ്റെ ഏറെക്കുറെ കൊടുത്തു പോയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് ഇവിടെ കണ്ടുപോയി ഞാൻ. അഫിൻ്റെ വേറൊരു ഡ്രസ്സ് അഫി പറഞ്ഞിരുന്നു ഉമ്മനോട് അവന്ന് എടുത്ത് വെക്കാൻ. അപ്പോൾ ഓളത് തപ്പിയപ്പോൾ എൻ്റെത് ഞാൻ കണ്ടുപോയി. അപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ കണ്ണിലൊന്നും കാണാൻ പറ്റൂല എന്ന്. ഞാൻ കണ്ടപ്പോൾ ഈ ഒരു ഷാൾ എനിക്ക് കിട്ടി, പിന്നെ ഒരു 4 ടോപ്പ് കിട്ടി, ഷോൾ കിട്ടി, എൻ്റെ മിഡി കിട്ടി. അതൊക്കെ ഉമ്മ അതിൻ്റെ ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോടൊക്കെ അത് പഴയതല്ലേ, ഈ ഒഴിവാക്കിയതല്ലേ, കൊടുക്കാനുള്ളതല്ലേ. ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ളതൊന്നല്ല, അങ്ങനെ കൊടുക്കുന്നതിനല്ല കേട്ടോ ഗൈസ്. ഒരുപാട് കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നതിനല്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഉമ്മനോട് ചോദിക്കുമ്പോൾ ഉമ്മ ഓരോ ഡ്രസ്സ് എടുത്ത് തരും, പക്ഷെ ഞാനത് നോക്കുന്നില്ലല്ലോ. എൻ്റെ ഷെൽഫ് ഞാൻ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഒന്നെടുക്കും 10 വീഴും, അതുകൊണ്ട് കുത്തി വെക്കും. അതാണ് ഞാൻ ഓഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മയാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾ. അപ്പോൾ ഉമ്മക്കൊക്കെ അടക്കി പെറുക്കി വെക്കണം, ഞങ്ങൾക്കൊക്കെ വലിച്ച് ഇടണം, അതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ കിട്ടിയ കൂട്ടത്തിൽ വേറൊരു സംഭവം കിട്ടി. ഒന്നല്ല, ഇത് കൊടുക്കാൻ വെച്ചതൊന്നല്ല, ഞങ്ങൾ എടുത്തു വെച്ചത് തന്നെയായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ ഇപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ ഉപ്പാൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ പറയുന്നില്ല. ഉപ്പ എടുത്തു വെച്ചിട്ടുള്ളത് ഉപ്പ ആർക്കും ഞങ്ങൾ കൊടുക്കാതെ ഇരുന്ന ഒരു സംഭവമാണ്. കുറേ ഞങ്ങൾ കൊടുത്തു ഒഴിവാക്കി. അപ്പോൾ ആ കൂട്ടത്തിൽ ഉമ്മ ആർക്കും കൊടുക്കാതെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം അതെന്താന്ന്. അപ്പോൾ ഒന്ന് പോയി കാണാം. ഇതാണ് ആ നീട്ടി വെച്ചിട്ടുള്ള പേഴ്സ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നീട്ടി എന്താണെന്നൊന്ന് കണ്ടാലോ. ഇതാണ് എൻ്റെ ഉപ്പ എന്താ പറയുക, അപ്പം എൻ്റെ ഓർമ്മയ്ക്ക് ഉള്ള കുറച്ച് സാധനങ്ങളാട്ടോ ഇത്. ഉപ്പ എന്നും ഞങ്ങളെ മനസ്സിൽ തന്നെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഇതിപ്പോൾ ഉമ്മ ഞങ്ങളെ എപ്പോഴും ഉള്ളതാണ്. ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് ഇങ്ങനെ പഴയതെടുത്തിട്ട് ഞങ്ങളൊരു കവറിലാക്കി വെക്കും, എന്നിട്ട് അത് വീണ്ടും നമ്മൾ പുനർജനിപ്പിക്കും. അതൊരു സ്വഭാവമുണ്ട് എനിക്കായാലും അഫിക്കായാലും. അപ്പം ഉമ്മ അത് വേണം അറിയും. അപ്പം അങ്ങനെ ഉമ്മ എടുത്തു വെച്ചപ്പോൾ അതിൽ നിന്ന് കണ്ടതാണ്. അപ്പം ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഈ 3 വാച്ചാട്ടോ. ഉപ്പൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, എന്നാൽ ആ സമയത്ത് ഉമ്മ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ഇതിലായിരുന്നു ഉമ്മ വെച്ചത്, അതാണ്. അല്ലാതെ ഉപ്പ അതിൽ വെച്ച് നല്ല കേട്ടോ പറഞ്ഞേ. പിന്നെന്താ ഉള്ള ഉമ്മ ഷർട്ടില്ലേ. അപ്പോൾ ഇതാ ഗൈസ്, ഒരു ഷർട്ടാട്ടത്. ആകെ 2 ഷർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഉപ്പക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഉപ്പൻ്റേതായിട്ട് ബാക്കിയൊക്കെ ഉപ്പൻ്റെ അനിയന്മാർക്ക് കൊടുത്ത്. ഉമ്മ കൊടുത്തത് മാത്രമല്ല, മരിച്ചപ്പോൾ തന്നെ അവരെല്ലാവരും എടുത്തുകൊണ്ട് പോയി. 2 ഷർട്ട് ഉമ്മ കൊടുത്തിട്ടില്ല. ഉമ്മ പറഞ്ഞത് എനിക്ക് വേണമെന്ന്. ഉപ്പ അധികം യൂസാക്കുന്ന ഒരു ഷർട്ടാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇതാട്ടോ, ഒരു ബട്ടൺസ് പോലും പോയിട്ടില്ല. ഉപ്പക്ക് കുറേ ഷർട്ട് ഉണ്ടെന്ന് പറയാൻ കാരണം ഉപ്പ എൻ്റെ പോലാണ്, ഉമ്മൻ്റെ പോലെയല്ല. ഉപ്പക്ക് എപ്പോഴും ഡ്രസ്സ് എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അതെനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കുറേ ഷർട്ട് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം. അതിൽ 2 ഷർട്ടാണ്. ഇത് നല്ലൊരു ഷർട്ടാണ്. ഇതെങ്ങനെ കളറെന്ന് കറക്റ്റ് കാണുന്നില്ല. ഇതിപ്പോൾ എന്താ പറയുക, ഇതൊരു ലൈറ്റ് കളറാണ് കേട്ടോ. പക്ഷെ ഉപ്പക്ക് കളർ ടോണാണ് കൂടുതൽ താല്പര്യം. പിന്നെ ഒന്ന് വരുന്നത് ഇതാട്ടോ, ഇതൊരു നമ്മളെ കല്യാണ കവറൊക്കെ വെക്കൂലേ നമ്മൾ, ഒരു ലെക്കോട്ട് പോലത്തെ ഒരു കളറ്. ഇതപ്പോൾ പറയാം, ഒരു ഓറഞ്ചും അല്ല, കറക്റ്റ് കളർ എനിക്കറിയില്ല,
കറക്റ്റ് അതാട്ടോ വരുന്നത്. ഇതിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണിത് വരുന്നത്. ഒരു ലൈറ്റ് കളറായിട്ട് എന്താ അവിടെ അങ്ങനെ വരുന്നുണ്ട്. കറക്റ്റ് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഒരു ഈ ബട്ടൺസിൻ്റെ ഒക്കെ കളർ അതാ ആ ഒരു കളറിലാണ് ഈ ഷർട്ട് വരുന്നത്. ഇപ്പം എപ്പോഴും ഇടലുണ്ട് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഇത് ഇവിടെ എടുത്ത് വെച്ച്. പിന്നെ ഒരു വൈറ്റ് ഷർട്ടും കൂടി ഉണ്ടായിരുന്നു, അതിപ്പോൾ അടുത്ത് ഇച്ചാപ്പക്ക് കൊടുത്ത്. പിന്നെ മുണ്ട് കാര്യങ്ങളും അതേപോലെ തന്നെ 2 മുണ്ട് മാത്രം അമ്മ എടുത്ത് വെച്ചിട്ടുള്ളത്. ഉപ്പ പാൻറ്റ് യൂസ് ആക്കാത്ത ആളാണ്, വെറും മുണ്ട് മാത്രമാണ് ഇടൽ. അപ്പം മുണ്ടുകൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 സംഭവമാണ്. പിന്നെ വാച്ചും, പിന്നെ വേറൊരു വെള്ള ഷർട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കാണിക്കാൻ വിചാരിച്ച്. അതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ അപ്പം എടുത്ത് വെക്കുന്നതാണല്ലോ ഈ ഒരു വൈറ്റ് ഷർട്ട്. ഉപ്പ മരിക്കുന്നതിൻ്റെ മുന്നത്തെ ഒരു ബലിപെരുന്നാളിന് ഉപ്പ ഇട്ട ഡ്രസ്സായിരുന്നു അത്. അപ്പോൾ ഇതും കൊടുത്തിട്ടില്ല. ഇതല്ലാതെ നല്ലൊരു വൈറ്റ് ഷർട്ട് ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. ഇനി 3 ഷർട്ടാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഉമ്മ നോക്കിയപ്പോൾ കണ്ടത്. പിന്നെ ഉപ്പാൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ ഏറെക്കുറെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഓവർ തടി ഇല്ലാതായി പോയി കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് തടിയുള്ള ആളല്ല, പക്ഷെ എന്താ പറയുക, ഇങ്ങനെ അസുഖം കാരണം ഉപ്പക്ക് തടി നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അടുപ്പിച്ചിട്ടുള്ള ഒരു ഷർട്ടാണിത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു തന്നെയാണ്, എല്ലാവർക്കും അറിയാലോ. അത് എന്ന് വെച്ച് അത് കണ്ടിട്ടല്ല കേട്ടോ ഞങ്ങളെ ഉപ്പാനെ ഓർക്കുന്നത്. അതല്ല, നമുക്കാണ് കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. പക്ഷേ BP ഉള്ളതല്ലേ, അതുകൊണ്ടാണ് പേടി. പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് ഷർട്ട് ഉണ്ടായിരുന്നു. ഉപ്പൻ്റെ അതേ സ്വഭാവമുള്ള ആൾ ഞാനാണ്. എപ്പോഴും പറയും ഒന്നിനൊന്നിന് ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടു അല്ല ഉമ്മാനോട് പുറത്ത് പോകുമ്പോൾ എടുപ്പിച്ചിട്ടൊക്കെ എടുക്കുന്ന ആൾ ഞാനാണ്. ഉമ്മ പറയുന്നത് നല്ലതല്ല കേട്ടോ ശീലമെന്ന്. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഞാൻ അടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫുള്ളും ഞാൻ എടുക്കും, എടുത്ത് കളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഡ്രസ്സിനോട് ക്രൈസാണ്. അപ്പോൾ അത് ഉപ്പാൻ്റെത് കിട്ടിയതാണ്. ഉപ്പൊക്കെ അങ്ങനെയാണ്. കളർ ഷർട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉമ്മ പറയാം ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ ഉപ്പൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ടെന്ന് അതെനിക്കറിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, ലാസ്റ്റിലേക്ക് പാകെ ക്ഷയിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പക്ക് ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കീമോ ഒന്നും എടുത്തിട്ടില്ല. ലാസ്റ്റ് സ്റ്റേജാണ്, എടുത്തിട്ട് കാര്യമില്ല പറഞ്ഞപ്പോൾ ഉപ്പ ഓട്ടോമാറ്റിക്കലി ഉപ്പ മെലിഞ്ഞു പോയിട്ടുണ്ട്. ഉപ്പ നല്ല തടിയുള്ള ആളുമല്ല, എന്ന് വെച്ച് നല്ല മെലിഞ്ഞിട്ടുമല്ല, പാകത്തിനുള്ള ഒരാളായിരുന്നു. മാഷാഅല്ലാഹ് നല്ല സ്ട്രെങ്ത്തുള്ള ആളായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ. അപ്പോൾ ഇത് വല്ലാണ്ട് മെലിഞ്ഞു പോയപ്പോൾ ഉപ്പക്ക് പാകത്തിന് അടിച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സാണത്, ആ വൈറ്റ് ഷർട്ട്. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ലെക്കോട്ട് കളർ എന്നാണ് ഉമ്മ പറഞ്ഞു തന്നത്. ഒരു എന്താ പറയുക, പീച്ചും എല്ലാം ഒരു പ്രത്യേക ഒരു കളറാണ്. അപ്പോൾ ആ കളറിനോട് ഉപ്പക്ക് നല്ല രസമുണ്ടായിരുന്നു ഇട്ടാൽ. അതും വൈറ്റ് മുണ്ടും ഇട്ടാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം എപ്പോഴും ഇടലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വലിയ ആർഭാടമൊന്നും കാണിക്കുന്ന ആളൊന്നല്ല. ഒപ്പം ഒരു വാച്ച് കിട്ടു, എന്താ പറയുക, ജസ്റ്റ് ഒന്ന് മുടിയൊന്ന് ചെയ്യും, ഒരു ഷർട്ടും ഒരു മുണ്ടും അത് മതി. അയൺ പോലും ഇപ്പൊക്കെ അത്ര നിർബന്ധമില്ലാത്ത ആളാണ്. ഉമ്മൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. അങ്ങനെയായിരുന്നു ഇപ്പം, വളരെ സിമ്പിളായിരുന്നു ഇപ്പം. പിന്നെ അറിയാലോ ഉപ്പാൻ്റെ ജോലി എന്താണെന്ന്. പാളയം പച്ചക്കറി മാർക്കറ്റിൽ പോർട്ടറായിരുന്നു. നല്ല അധ്വാനിക്കുന്ന ഒരു തൊഴിലാളി തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പക്ക് എന്താ പറയുക, എൻ്റെ ഉപ്പ ഒരിക്കലും ഒരു അഹങ്കാരം എൻ്റെ ഉമ്മയും കാണിച്ച് നല്ല കേട്ടോ പറഞ്ഞത്. പക്ഷെ ഈ ഡ്രസ്സിനോടുള്ള ഒരു ക്രൈസ് ഉപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കഴിഞ്ഞ് എന്നുള്ള ഒരു ലെവലുള്ള ആളാണ് ഉപ്പ. അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര ഇടങ്ങേറായിപ്പോയി. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് അതെടുത്ത് കാണിച്ചത്, ആ വാച്ചും ആ ഷർട്ടും. പിന്നെ അത് മാത്രമല്ല, ആ കൂട്ടത്തിലാണ് വെല്ലിമ്മേരെ അത് കിട്ടിയത്. അത് കണ്ടപ്പോൾ സങ്കടം. വെല്ലിമ്മ മരിച്ചിട്ട് ആകെ 1 വർഷമായിട്ടുള്ളൂ. അതുവരെ ഇവിടെ വരായിരുന്നു കേട്ടോ. 75 വയസ്സുണ്ട് മരിക്കുമ്പോൾ. പക്ഷെ അതൊന്നും തോന്നിയില്ല വെല്ലിമ്മക്ക്. ഉപ്പാൻ്റെ ഉമ്മാട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ കാണാൻ വരും. എന്നിട്ട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടം. എന്നാൽ പിന്നെ ഒരുപാട് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞിരുന്നത് ഒന്നും മതിയാന്നിട്ട് ഒരു കാഴ്ച, ഒരു തട്ടും, ഒരു ഇതേപോലത്തെ കുപ്പായം എടുത്തു തന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് പിന്നെ എനിക്ക് കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഉമ്മ പറഞ്ഞ കുറച്ച് ഇതേ ഉള്ളൂ എനിക്ക് സെറ്റാണെന്ന്. എന്നിട്ട് അമ്മായിയൊക്കെ കളിയാക്കി വെല്ലിമ്മാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട്. പക്ഷെ എന്തായാലും നമ്മൾ അത്രത്തോളം വരില്ലല്ലോ.
അതും ഉമ്മാൻ്റെ ഒരു കണ്ണടക്ക വെച്ചിട്ട് വെറുതെ ഒന്ന് മാറ്റി നോക്കിയതാണ്. പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ നിരപ്പിച്ച് പിന്നെ എന്താ ചെയ്തത്, പക്ഷെ മുടി കാണിക്കാൻ പറ്റിയല്ല ആ ടൈമിൽ. അപ്പോൾ പിന്നെ തട്ടം തന്നെയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ ഞാനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടിയും ചെയ്യണമെന്നുണ്ട്. അതിന് ബില്ല് വേണം കേട്ടോ. അപ്പോൾ എന്താ അത് കണ്ടപ്പോൾ കൂടുതലൊന്നും പറയാൻ തോന്നില്ല. ആർക്കൊന്നും ഇപ്പോൾ ഉമ്മ ഫുഡ് കഴിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ജസ്റ്റ് ഞങ്ങളെ കൂടെ എപ്പോഴും ഉണ്ട് കേട്ടോ, അതല്ല പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തതേ ഉള്ളൂ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ശ്രീലങ്കക്കാർക്കെങ്കിലുണ്ടോ ഉണ്ടെങ്കിലും ഒന്ന് പറയണം കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ അത് വീണ്ടും അത് കാണുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു കൗതുകോ അത്രേ ഉള്ളൂ. നമുക്ക് കൊള്ളാത്തതൊക്കെ കാണാൻ നമ്മൾ കൊടുക്കും കേട്ടോ. ഇപ്പോൾ അടുത്ത് തന്നെ ഞങ്ങൾ ഒരു ഇതിൽ അറിയുന്ന ആളുകൾക്ക് കൊടുക്കലാണ്. ഇനിയിപ്പോൾ അത് 2 ബക്കറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട് ഉമ്മ, അഫിൻ്റെതും എൻ്റെതും. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് കൊടുക്കണം. ഇതൊക്കെ ഇതിൽ ഉമ്മ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷോളൊക്കെ ആയിരുന്നു. എൻ്റെ കഴിഞ്ഞ ചാനലിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താ മാക്സിമം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാം. വേറെ ഒന്നുമല്ല, എൻ്റെ കൂടെ എൻ്റെ വീഡിയോ മസ്റ്റായിട്ട് കാണാം, അത്രയേ ഉള്ളൂ. പിന്നെന്താ മാക്സിമം എല്ലാവരും ഒന്ന് സബ്ബാക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.